അപ്പൊ ഏകാദശരുദ്രാസ്ത്രങ്ങളും ദ്വാദശാദിത്യന്മാരുടെ പ്രഭ കൂടിച്ചേർന്നതായിട്ടുള്ള ശക്തി അഥവാ വേലും സമ്മാനിച്ചു. അതുകൂടാതെ സൂര്യശോഭയോടുകൂടിയിട്ടുള്ള ഒരു രഥം, സ്വർണ കവചം, ഒരു ഖഡ്ഗം, വജ്രം, അങ്കുശം, ഒരിക്കലും അമ്പൊടുങ്ങാത്തതായിട്ടൊരു തൂണീരം, അക്ഷതൂണീരം, ആവനാഴി, ഇതൊക്കെ നൽകി. എന്നിട്ട് വീണ്ടും ആ സുബ്രഹ്മണ്യനെ ആലിംഗനം ചെയ്തുകൊണ്ട് ആണ് ആദിശ്യാന്തർധ്യമാവേശ സഹ ഗൗര്യാദിഹൃഷ്ടധീ തതോ വിഷ്ണുമുഖാദേവ ഷൺമുഖം മഖവാൻ മുഖ തദശസ്ത്രാസ്ത്രസമ്പദാം സേനാപതീനാം ധീരാണാം അഷ്ടോത്തരശതം ശിവ സംയോജ്യ സുരസേനേ സുപ്രസന്നേന ചേതസ കൃത പ്രദക്ഷിണസ്തോത്ര ശ്രദ്ധയാ ജഗദീപതി പിതരാവ് അഭിവാദ്യാരാൽ പ്രാജൽ നിഷസാദഹ. തന്റെ പുത്രനെ ആശീർവദിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ദേവന്മാരുടെ ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് യാത്ര അയക്കുകയാണ്. വേഗം തന്നെ അതിനുവേണ്ടി പുറപ്പെടാൻ തുടങ്ങുന്ന ആ സ്കന്ദനെ, ആ സുബ്രഹ്മണ്യനെ പാർവതീദേവിയും ശ്രീപരമേശ്വരനും അനുഗ്രഹിച്ചു. അപ്പൊ തന്റെ മാതാപിതാക്കളെ പ്രദക്ഷിണം ചെയ്ത് അഭിവാദ്യം ചെയ്ത് നമസ്കരിക്കുകയും തന്റെ ഗണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള വീരബാഹു, അങ്ങനെ അവരോടുകൂടി വേണ്ടത്ര ആയുധങ്ങളെയൊക്കെ ധരിച്ച് 108 സേനാനികൾ എല്ലാവരോടും കൂടിയിട്ടാണ് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഈ സുബ്രഹ്മണ്യൻ, ഈ സ്കന്ദൻ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീർക്കും, നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പാർവതീ പരമേശ്വരന്മാർ അന്തർധാനം ചെയ്തത് എന്നും അതിനെ ശേഷമാണ് ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു യാത്ര. അപ്പൊ അവിടെ ദേവന്മാരൊക്കെ ആ കുമാരനെ, സ്കന്ദനെ സ്തോത്രങ്ങളെ കൊണ്ട് പല പ്രകാരം സ്തുതിച്ചു. ഒപ്പം തന്നെ യാത്ര ചെയ്തു. സ്കന്ദന് ദൂതനായിട്ട് വായുദേവനെയാണ് നിശ്ചയിച്ചത്. മനോജവസ്യ ദേവസ്യ തതോ വിഷ്ണുവർ അമേയാത്മാ വായും ആഹൂയ മാധവ നിയുതാനാം ച ധുര്യാണാം സുതം ചക്രേ സുരാരിഹ ദേവദുന്ദുഭയോ നേതുർനിവി ശങ്കുലനിസ്വനാ വർഷു പുഷ്പവർഷാണി സസൃജുർ രാജജാലകം. ദേവദുന്ദുഭികളൊക്കെ മുഴക്കാൻ തുടങ്ങി. അതുപോലെ ലാജ പുഷ്പവർഷങ്ങൾ, പുഷ്പവൃഷ്ടി ചെയ്യുക, മലര് വർഷിക്കുക. മലര് മംഗളവസ്തുവാണ്. അപ്പോൾ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളിൽ, മംഗളകരമായിട്ടുള്ള ഇതിനൊക്കെ മലരിനാണ് പ്രാധാന്യം എന്നാണ്. മലര് വർഷിക്കുക, മലര് അഗ്നിയിൽ ആഹൂതി ചെയ്യുക. കിന്നരന്മാരും ഗന്ധർവന്മാരും കിംപുരുഷ സ്ത്രീകളും ഒക്കെ ആ കാർത്തികേയനെ, സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് നൃത്തം ചെയ്യാനും പാട്ടുപാടുവാനും ഒക്കെ തുടങ്ങി. വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ളവര്, നാരദാദി മഹർഷീശ്വരന്മാരൊക്കെ വേദമന്ത്രങ്ങളെ ചൊല്ലുകയും ലോകമാതാക്കൾ, മുനിപത്നിമാർ, നാഗകന്യകമാർ ഒക്കെ സുബ്രഹ്മണ്യനെ പ്രകീർത്തിച്ചുകൊണ്ട് വാഴ്ത്തിപ്പാടാൻ തുടങ്ങി. ബ്രഹ്മാച ഭഗവാൻ വിഷ്ണു ത്വഷ്ടാച സുരദക്ഷക വീരാണാം വീരസൈന്യാനാം വീരബാഹുമുഖാത്മനാം. ബ്രഹ്മാവ്, ഭഗവാൻ മഹാവിഷ്ണു, ത്വഷ്ടാവ് തുടങ്ങിയിട്ടുള്ളവർ ആ ഭഗവാന്റെ ഒപ്പം, സുബ്രഹ്മണ്യന്റെ ഒപ്പമുള്ള വീരബാഹു, ആ വീരബാഹുവാണ് മുഖ്യ സേനാനായകൻ. ഒപ്പമുള്ള സൈന്യങ്ങളെയും അവർക്കുള്ള രഥം, ദിവ്യ ആയുധങ്ങൾ അതൊക്കെ തയ്യാറാക്കി. പലതും പല രീതിയിലാണ്. ആന വഹിക്കുന്ന അല്ലെങ്കിൽ ആനയെ കൊണ്ട് വലിപ്പിക്കുന്നതായിട്ടുള്ള രഥങ്ങളുണ്ട്.
വ്യാഘ്രങ്ങളെ ചേർത്ത് ബന്ധിച്ചതായ രഥങ്ങൾ. വേതാളങ്ങളാണ് ചില രഥങ്ങളെ വഹിക്കുന്നത്, കുതിരകളെ പൂട്ടിയ രഥങ്ങൾ. അപ്പൊ ആ ഒരു കോലാഹലം എന്നാണ്, ആ ഒരു ഘോഷം എല്ലായിടത്തും നിറഞ്ഞു എന്നാണ്. തത സർവേസു സന്നാദ നാദയന്തോ ദിശോദശ പ്രാചീംപൂർവം വിനിഷ്ക്രമ്യ ദക്ഷിണാഭിമുഖാ പുന ചേലു സർവാദിശസ്തേന സമുദ്ധൈ പാംസുഭിർഗണ. എല്ലായിടത്തും പൊടിപടലങ്ങളൊക്കെ നിറഞ്ഞു. ഈ തേരിന്റെയും ആനകളുടെയും കുതിരകളുടെയും ഒക്കെ യുദ്ധത്തിനായിട്ടുള്ള ആ സൈന്യത്തിന്റെ ഒരു ഘോഷം അത് എല്ലായിടത്തും വ്യാപിച്ചു. അങ്ങനെ അവർ ഗന്ധമാദന പർവ്വതത്തിലേക്ക് എത്തിച്ചേരുകയാണ് എന്നാണ്. വാദ്യഘോഷങ്ങളുടെയും പെരുമ്പറ ഘോഷങ്ങളുടെയൊക്കെ ശബ്ദം കൊണ്ട് ശബ്ദമുഖരിതമായിട്ട് മാറി എല്ലായിടം. അങ്ങനെ എല്ലാവരും ചേർന്ന് ഓരോ പ്രദേശങ്ങളും കടന്ന് ആദ്യം ഗന്ധമാദന പർവ്വതത്തിലെത്തി എന്ന് പറഞ്ഞു. അപ്പൊ സുബ്രഹ്മണ്യനെ അനുഗമിച്ചുകൊണ്ട് വീരബാഹു തുടങ്ങിയിട്ടുള്ളവർ സൈന്യങ്ങളൊക്കെ അനുയാത്രയായിട്ട് പുറപ്പെട്ടു. മഹർഷിമാരുണ്ട്, ദേവന്മാര്, ദേവപത്നിമാർ, ഋഷിപത്നിമാർ, അവരൊക്കെ അവിടുന്ന് ഹേമകൂട പർവ്വതത്തിലെത്തി. അതിനുശേഷം ക്രൗഞ്ച പർവ്വതത്തിലെത്തി എന്നാണ്. ആ ക്രൗഞ്ച പർവ്വതത്തിലാണ് താരകാസുരൻ വർത്തിക്കുന്നത്. താരകാസുരനാൽ പാലിക്കപ്പെടുന്നതായിട്ടുള്ള മായാപുരി എന്നാണ്. അപ്പൊ വേഗം തന്നെ ശ്രീനാരദൻ ആ സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുകൊണ്ട് പരിവവൃഭയോദ്ദിക്ന സുബ്രഹ്മണ്യം ജഗത്പതിം തതോ മുനിവര ശ്രീമാൻ വൈണികോ വല്ലഭോ വിഭോ വിജിജ്ഞപൽ പ്രണമ്യോഗ്രേ പ്രാഞ്ജലി പ്രഭവാം ദിഗേ. നാരദ ഉവാച പാർവതീനന്ദനസ്വാമിൻ പ്രണതാർദ്ധീ പ്രഭഞ്ജന സ്കന്ദസേനാപദേ അസ്മാകം സുരാണാം പ്രീതിവർദ്ധന. അയം ക്രൗഞ്ചോ മഹാരൗദ്ര പൂർവമാനീ മഹാസുര അഗസ്ത്യമുനേ അഗസ്തസ്യ മുനേശാപാൽ അദ്രിഭാവമുപാഗത. നാരദ മഹർഷി സുബ്രഹ്മണ്യന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പറയാണ്, ഈ ക്രൗഞ്ച പർവ്വതം പണ്ടൊരു അസുരനായിരുന്നു എന്നാണ്. അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ടാണ് അസുരൻ പർവ്വതമായിട്ട് മാറിയത്. അപ്പൊ അതിബലശാലിയാണ്. ശാപഗ്രസ്തനായി പർവ്വതമായിട്ട് വർത്തിക്കുന്നുവെങ്കിലും ബലശാലിയാണ്. അതുകൊണ്ട് ഈ പർവ്വതത്തെ നശിപ്പിക്കണം. ഇവനും ദേവശത്രുവാണ്. ഇനി ഈ ക്രൗഞ്ച പർവ്വതത്തിന് സമീപത്ത് ഉള്ളത് ശൂരപത്മാസുരന്റെ അനുജനായിട്ടുള്ള താരകൻ എന്ന അസുരന്റെ പുരിയാണ്, മായാപുരി എന്ന നഗരമാണ്. അവിടെ താരകാസുരനാണ് വസിക്കുന്നത്. അവന് മറ്റൊരു അനുജനുണ്ട്, ഗജവക്ത്രൻ എന്ന പേരിൽ. അനേകം സൈന്യങ്ങളുണ്ട് ഈ ഗജവക്ത്രന്. എപ്പോഴും ദേവന്മാരെ ദ്രോഹിക്കുന്ന, സാധുക്കളായിട്ടുള്ള മഹർഷിമാരെ ദ്രോഹിക്കുന്ന, അല്പം പോലും കാരുണ്യമില്ലാത്ത ഉപദ്രവകാരിയായിട്ടുള്ള അസുരന്മാരാണ് ഇവരൊക്കെ തന്നെ. അതുകൊണ്ട് മറ്റാർക്കും തന്നെ, ദേവസൈന്യങ്ങൾക്ക് പോലും ഇവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥിത പ്രഭുരേവം തൈ നാരദേണ ദേവപ സൈന്യേ അദ്യ മഹാസേന സംഹരൈനം ദുരാസദം. നാരദ മഹർഷി പ്രാർത്ഥിക്കുകയാണ് എന്നാണ്. ദേവാവാ ദാനവാലോകേ ശാസതേ സരതം മയാ വീരബാഹോ മഹാബാഹോ ശീഘ്രം അഗ്രേ മമാജ്ഞയ. നാരദന്റെ ആ പ്രാർത്ഥന കേട്ടിട്ടാണ് വേഗം ആ മഹാവീരനായിട്ടുള്ള വീരബാഹുവിനെ നിയോഗിക്കുകയാണ്. സൈന്യങ്ങളിൽ ഇത്ര ഭാഗം സൈന്യങ്ങളോടുകൂടി പുറപ്പെടുക എന്നിട്ട് പറഞ്ഞു, വേഗം ആ ക്രൗഞ്ച പർവ്വതവും നശിപ്പിക്കുക,
മായാപുരിയെ രോധിക്കുക, പ്രതിരോധിക്കുക. അത് താരകാസുരനെ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ശരി പരാജയപ്പെടുത്തണം, അവരുടെ സൈന്യങ്ങളെ നശിപ്പിക്കണം. യുദ്ധം ചെയ്തുകൊണ്ട് ശത്രുവിന്റെ സൈന്യങ്ങളെ ക്ഷീണിപ്പിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ്.